ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്. ആ പ്ലാനിങ് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും. ഓരോ ദിവസത്തെ നമ്മളുടെ അപ്ഡേഷൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ പഠനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിൽ നമുക്ക് നന്നായിട്ട് വിജയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ വേണ്ടത് നമ്മുടെ താല്പര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മെൻസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസ് US-ലാണ്. അതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് 2 അമ്പയർമാരെ തിരഞ്ഞെടുത്തു. അവരാണ് നിതിൻ മേനോൻ, ജയരാമൻ മദൻ ഗോപാൽ. ജയരാമൻ മദൻ ഗോപാലും നിതിൻ മേനോൻ ഇവർ ഇന്ത്യയിൽ നിന്നുള്ള ICC മെൻസ് T20 വേൾഡ് കപ്പിലേക്കുള്ള ICC തിരഞ്ഞെടുത്തിട്ടുള്ള 2 അമ്പയർമാരാണ്. അതുപോലെ തന്നെ ICC മാച്ച് റഫറിയായിട്ട് ജവാഗൽ ശ്രീനാഥനെ തിരഞ്ഞെടുത്തു. 3 ഒഫീഷ്യൽസ് ആണ് ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്ന മെൻസ് T20 വേൾഡ് കപ്പിലേക്ക്. ഈ ജൂൺ 1 മുതൽ ജൂൺ 29 വരെയാണ് US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടുള്ള ഈ ഒരു മത്സരം. ഈ ഒരു മത്സരത്തിൽ കേരളത്തിലെ സഞ്ജു സാംസണും ഇടം നേടിയിട്ടുണ്ട്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. 9 വേദികളിലായിട്ട് 55 മാച്ചുകൾ ആണ് 20 അമ്പയർമാർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ജെറീമിയ മനാലെ അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായി? സോളമൻ ദ്വീപുകൾ. സൗത്ത് പസഫിക്കിലെ 100 കണക്കിന് ദ്വീപുകളുടെ ഒരു രാജ്യമാണ് സോളമൻ ദ്വീപുകൾ. ഓസ്ട്രേലിയയുടെ അടുത്ത് വരുന്ന ഈ ദ്വീപുകൾ, ഇതിലെ സോളമൻ ദ്വീപിലെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇപ്പോൾ ജെറീമിയ മനാലെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജെറീമിയ മനാലെ സോളമൻ ദ്വീപുകളിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് സോളമൻ ദ്വീപിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജെറീമിയ മനാലെ തിരഞ്ഞെടുത്ത കാര്യം. സോളമൻ ദ്വീപിന്റെ ക്യാപിറ്റൽ ആണ് ഹൊനേറ. അതുപോലെ തന്നെ അവിടുത്തെ കറൻസിയാണ് സോളമൻ ഐലൻഡ് ഡോളർ. ചൈന, US എന്നിവ വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു സോളമൻ ദ്വീപിലെ. ഇതിൽ ആര് വരും എന്നൊരു ആകാംക്ഷയായിരുന്നു. ഒരുപക്ഷെ ഓസ്ട്രേലിയയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമായിട്ട് ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നീക്കം. HDFC ബാങ്ക് ചെയർമാനായി 3 വർഷത്തേക്ക് വീണ്ടും നിയമിതനായത് ആരാണ്? അതാനു ചക്രവർത്തി. 2024 മെയ് 3 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതാനു ചക്രവർത്തിയെ HDFC ബാങ്കിന്റെ ചെയർമാനായിട്ട് 3 വർഷത്തേക്ക് കൂടി റീഅപ്പോയിന്റഡ് ചെയ്തു. ബാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഓരോ പോസ്റ്റുകളും ഇതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ആവശ്യമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് HDFC ബാങ്കിന്റെ ചെയർമാൻ ആയിട്ടാണ് 3 വർഷത്തേക്ക്, അതായത് 2024 മെയ് 5 മുതൽ 2027 മെയ് 4 വരെ അതാനു ചക്രവർത്തി ആയിരിക്കുള്ളൂ HDFC ബാങ്കിന്റെ ചെയർമാൻ. പ്രധാനമായിട്ടും അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ്, എക്കണോമിക് പോളിസീസ്, ഇൻഫ്രാസ്ട്രക്ചർ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയിലാണ്. സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 2024 എന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസം ഏത് സംഘടനയാണ് നടത്തുന്നത്? നാറ്റോ. നാറ്റോ എന്ന ഓർഗനൈസേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1949 നാറ്റോന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു എക്സസൈസ് ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 22 മുതൽ മെയ് 31 വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്ന നാറ്റോന്റെ ഒരു വലിയൊരു എക്സസൈസ് ആണ് സ്റ്റെഡ് ഫാസ്റ്റ് ഡിഫൻഡർ 2024, അതായത് STDE 24 അല്ലെങ്കിൽ SD24 എന്നറിയപ്പെടുന്ന വലിയൊരു എക്സസൈസ്. ഏതാണ്ട് 90,000 സൈനികർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് നാറ്റോന്റെ സ്റ്റെഡ് ഫാസ്റ്റ്. നാറ്റോ എന്ന ഓർഗനൈസേഷന്റെ അംഗസംഖ്യയാണ് 32. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള 2 രാജ്യങ്ങളാണ് ഫിൻലാൻഡ്, അതിനുശേഷം സ്വീഡൻ. സോവിയറ്റ് യൂണിയന് എതിരായിട്ട് ഒരു കൂട്ടായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയായിട്ടാണ് 1949 നാറ്റോ രൂപീകൃതമായിട്ടുള്ളത്. 2024 ഏപ്രിൽ 30 ആഫ്രിക്കൻ രാജ്യത്തിനായി UPI പോലുള്ള ഒരു തൽക്ഷണ പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കാൻ ഇന്ത്യയും ഏത് രാജ്യത്തിന്റെ ബാങ്കും സമ്മതിച്ചു? ബാങ്ക് ഓഫ് നമീബിയ. ലേറ്റസ്റ്റ് ആയിട്ട് NPCIയുടെ ഒരു ഡെവലപ്മെന്റ് ആണ്, അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ബാങ്ക് ഓഫ് നമീബിയ ആയിട്ടുള്ള സഹകരണം. ബാങ്ക് ഓഫ് നമീബിയയും NPCIയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചു, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും UPI സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ലെവലുള്ള ഓർഗനൈസേഷൻ ആണ് NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ്, അതായത് NIPL. ഏതാണ്ട് 33 വർഷം പഴക്കമുള്ള ഒരു ബാങ്ക് ആണ് ബാങ്ക് ഓഫ് നമീബിയ. ഇന്നലെ മെയ് 3 ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 4 ഏപ്രിൽ 2024 പ്രകാരം ഫിഫ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പുരുഷ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ്? ഇതിന്റെ ഉത്തരം 121.
2024 ഏപ്രിൽ 4 തീയതിയിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഫിഫ റാങ്കിംഗ് ആണ് 121. ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് അർജന്റീന. 1858 പോയിന്റ് ആണ് അർജന്റീനയ്ക്ക്. ഇന്ത്യക്കാണെങ്കിൽ 1145.94 പോയിന്റ് ആണ്. അർജന്റീന കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് ഫ്രാൻസ്, 3ാം സ്ഥാനത്ത് ബെൽജിയം, 4ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 5 ബ്രസീൽ എന്നിങ്ങനെ പോകുന്നു. പോർച്ചുഗൽ 6, ജർമ്മനി 16. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 പുരുഷ T20 ലോകകപ്പ് നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള അമ്പയർമാരുടെ പേര് നിതിൻ മേനോനും ജയരാമൻ മദൻ ഗോപാലും. ജെറീമിയ മനാലെ അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായി? സോളമൻ ദ്വീപുകൾ. HDFC ബാങ്ക് ചെയർമാനായി 3 വർഷത്തേക്ക് വീണ്ടും നിയമിതനായത് ആരാണ്? അദാനു ചക്രവർത്തി. സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫെൻഡ് 2024 എന്ന വലിയ തോതിലുള്ള സൈനികാഭ്യാസം ഏത് സംഘടനയാണ് നടത്തുന്നത്? നാറ്റോ. 2024 ഏപ്രിൽ 30 ആഫ്രിക്കൻ രാജ്യത്തിനായി UPI പോലുള്ള ഒരു തൽക്കഷ്ണ പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കാൻ ഇന്ത്യയും ഏത് രാജ്യത്തിന്റെ ബാങ്കും സമ്മതിച്ചു? ബാങ്ക് ഓഫ് നമീബിയ. ഇന്ന് മെയ് 4 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ 2024 ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേറ്റ്? ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം 2024 ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോ പരീക്ഷകൾ നമുക്ക് അറിയാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.